പറഞ്ഞു വരുന്നത് മക്ക റിപ്പബ്ലിക് നടക്കുന്നതിന് മുമ്പായിട്ടാണ് അബൂ സുഫിയാൻ ഈ വിശുദ്ധ പ്രസ്ഥാനത്തിന് മെമ്പർഷിപ്പ് നേടി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് റസൂലുള്ളാഹിയുടെ മുമ്പിൽ വെച്ചിട്ട് നേരിട്ട് പറഞ്ഞ് മെമ്പർഷിപ്പ് നേടി ഭാഗ്യം കരഗതമാക്കിയത്. അതിനുശേഷം തായിഫ് യുദ്ധത്തിൽ പങ്കെടുത്തു, ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുത്തു. മുസ്ലിങ്ങളുടെ കൂടെ തായിഫ് യുദ്ധത്തിൽ വെച്ചിട്ട് അബൂ സുഫിയാന്റെ കണ്ണ് നഷ്ടപ്പെട്ടു. ഒരു കണ്ണ് തായിഫ് യുദ്ധത്തിൽ വെച്ചിട്ട് അബൂ സുഫിയാന്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു. പിന്നെയാണ് അദ്ദേഹം യർമൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. ഒരു കണ്ണുമായിട്ടാണ് യർമൂക്ക് യുദ്ധത്തിൽ വെച്ചിട്ട് അദ്ദേഹം കുരുടനായി മാറുകയും ചെയ്ത് രണ്ടാമത്തെ കണ്ണും നഷ്ടപ്പെട്ടു. അതോടുകൂടി ഇസ്ലാമിൽ ധാരാളം പ്രയാസം അനുഭവിച്ച് ജീവിച്ച ആളായിരുന്നു അബൂ സുഫിയാൻ എന്ന് അവരുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ കാണാം. അദ്ദേഹത്തിന് ആഗ്രഹമായിരുന്നു, പ്രാർത്ഥിക്കാൻ വേണ്ടിവരേക്കും റസൂലിനോട് ആവശ്യപ്പെട്ടിരുന്നു, മുസ്ലിമാകുന്നതിന് മുമ്പ് ഞാൻ എത്രമാത്രം ഇസ്ലാമിനെതിരിൽ പോരാടിയോ, ഇസ്ലാമിനെ തകർത്താൻ വേണ്ടി പരിശ്രമിച്ചുവോ, അതിലും കൂടുതലായിട്ട് ഈ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് നേടിയ ശേഷം ഇസ്ലാമിന് വേണ്ടി അധ്വാനിക്കാനുള്ള തൗഫീഖിന് നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കണേ റസൂലേ എന്ന് മഹാനായ ദൂതരോട് അബൂ സുഫിയാൻ പറഞ്ഞതായിട്ട് കാണാം. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ടകന്മാർ പറയുന്നു, മുസയ്യിബാണ് റിപ്പോർട്ടകൻ, ശബ്ദമില്ലാതെയായി, ശബ്ദം കേൾക്കുന്നില്ല. യർമൂക്ക് യുദ്ധത്തിൽ പല ഭാഗങ്ങളിൽ മുസ്ലിങ്ങളുടെ ശബ്ദം കേൾക്കുന്നില്ല. പെട്ടെന്ന് ഞങ്ങൾ ശബ്ദങ്ങളൊക്കെ അടങ്ങിയ സന്ദർഭത്തിൽ ഒരു വ്യക്തി യാ നസ്റല്ലാഹി ഖ്തരിബ്, അള്ളാഹുവിന്റെ സഹായമേ അടുക്കൂ എന്ന് പറയുന്നൊരു ശബ്ദം കേട്ടു. ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അത് അബൂ സുഫിയാന്റെ ശബ്ദമായിരുന്നു. അത് മുസ്ലിം സേനയിൽ രഹസ്യ വേർഡ്സുകൾ ഉണ്ടായിരിക്കും. ആ രഹസ്യ വേർഡ്സുകൾ പലപ്പോഴും അവർ ഉപയോഗിക്കൽ മുസ്ലിങ്ങളുടെ നേതൃത്വങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയായിരിക്കും. ആരെ? പട്ടാളക്കാരെ. അങ്ങനെ ശബ്ദങ്ങളൊക്കെ നിശബ്ദതയുണ്ടായിരുന്ന ഒരു സന്ദർഭത്തിൽ ഞാനൊരു ശബ്ദം കേട്ടപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അത് അബൂ സുഫിയാന്റെ ശബ്ദമായിരുന്നു എന്ന് റിപ്പോർട്ടകൻ പറയുന്നു. അബൂ സുഫിയാന്റെ ശബ്ദം ആരുടെ? യസീദിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന പട്ടാളത്തിന്റെ കൂടെ അബൂ സുഫിയാനെ ഞാൻ കണ്ടു എന്ന്. ആരാണ് യസീദ് എന്നറിയാമോ? അബൂ സുഫിയാന്റെ മകൻ യസീദാണ്. അബൂ സുഫിയാന്റെ മകൻ മുആവിയയുടെ മകൻ യസീദ് അല്ല. അബൂ സുഫിയാന് യസീദ് എന്ന പേരിൽ സഹാബിയായ ഒരു മകൻ ഉണ്ടായിരുന്നു. അബൂ സുഫിയാന് യസീദ് എന്ന പേരിൽ സഹാബിയായ ഒരു മകൻ ഉണ്ടായിരുന്നു. ആ മകന്റെ നേതൃത്വത്തിലാണ് യർമൂക്ക് യുദ്ധം നടക്കുന്നത്. ആ യർമൂക്ക് യുദ്ധത്തിൽ അബൂ സുഫിയാന്റെ ശബ്ദം അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം കുരുടനായി മാറിയത്.